ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ ആത്മോപദേശ ശതകം എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 32-ാം ശ്ലോകം. അറിവത് ധർമ്മിയേയല്ല ധർമ്മമാമീ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ ധര മുതലായവയൊന്നുമില്ല താങ്ങുന്നൊരു വടിവാമറിവുള്ളതോർത്തിടേണം. അറിവത് നാം ഇന്ന് പുറമേ അറിയുന്നത് ധർമ്മിയെയല്ല, വസ്തുവായ ധർമ്മിയെയല്ല, ധർമ്മമാം വസ്തു സ്വഭാവമായ ധർമ്മത്തെയാണ്. ഈ അരുളിയ ഇതുവരെ നാം വിവരിച്ച ധർമ്മി അഖണ്ഡബോധസ്വരൂപമായ ധർമ്മി അദൃശ്യമാകയാലേ നേരിട്ട് പ്രത്യക്ഷ വിഷയമല്ല തന്നെ. ധര മുതലായവയൊന്നുമില്ല. വാസ്തവത്തിൽ ഭൂമി തുടങ്ങിയ പ്രപഞ്ച ഘടകങ്ങളൊന്നും ഇല്ല തന്നെ. താങ്ങുന്നൊരു വടിവാം അവയ്ക്കധിഷ്ഠാനമായി വിളങ്ങുന്ന അറിവുള്ളത് ബോധം മാത്രമാണുള്ളത്. ഓർത്തിടേണം. ഇക്കാര്യം വിചാരം ചെയ്തറിയേണ്ടതാണ്. നാം ഇന്ന് പുറമെ അറിയുന്നത് വസ്തുവായ ധർമ്മിയെയല്ല, വസ്തു സ്വഭാവമായ ധർമ്മത്തെയാണ്. ഇതുവരെ നാം വിവരിച്ച അഖണ്ഡബോധസ്വരൂപമായ ധർമ്മി നേരിട്ട് പ്രത്യേക വിഷയമല്ല തന്നെ. വാസ്തവത്തിൽ ഭൂമി തുടങ്ങിയ പ്രപഞ്ച ഘടകങ്ങളൊന്നും ഇല്ല തന്നെ. അവയ്ക്ക് അധിഷ്ഠാനമായി വിളങ്ങുന്ന ബോധം മാത്രമാണുള്ളത്. ഇക്കാര്യം വിചാരം ചെയ്തറിയേണ്ടതാണ്. ധർമ്മിയും ധർമ്മവും. ധർമ്മി ധർമ്മം, സ്വരൂപം സ്വഭാവം, ഇവ യഥാക്രമം പര്യായ പദങ്ങളാണ്. ഒരു വസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വ്യക്തിത്വത്തെയാണ് നാം ധർമ്മി അഥവാ സ്വരൂപം എന്ന് പറയുന്നത്. ഈ സ്വരൂപം അറിയപ്പെടാതിരിക്കുന്നിടത്തോളം അതിൽ നിന്നും ഭിന്നമെന്ന് തോന്നുന്നതും എന്നാൽ ഒരിക്കലും സ്വരൂപത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയാത്തതുമായ വസ്തു സ്വഭാവമാണ് ധർമ്മം. സൂര്യനും കിരണങ്ങളും പോലെ. സൂര്യൻ വസ്തുവും കിരണങ്ങൾ അതിൻ്റെ ധർമ്മവുമാണ്. സൂര്യസ്വരൂപം വ്യക്തമായി ഗ്രഹിക്കാത്തിടത്തോളം പല ഇടങ്ങളിൽ എത്തിച്ചേരുന്ന കിരണങ്ങൾ ഭിന്നങ്ങളായ പ്രകാശരശ്മികളാണെന്ന് ഭ്രമിക്കാനിടവരുന്നു. സൂര്യനെ അറിയുന്നയാൾക്ക് ഓരോ രശ്മിയും വ്യക്തമായി സൂര്യദർശനമുളവാക്കുന്ന അതിൻ്റെ ധർമ്മം മാത്രം. സ്വർണ്ണാഭരണങ്ങളിലും മൺപാത്രങ്ങളിലും സ്വർണവും മണ്ണും യഥാക്രമം അവയുടെ സ്വരൂപങ്ങളും നാമരൂപങ്ങൾ ആ ധർമ്മിയുടെ വെറും ധർമ്മവും. സ്വർണ്ണാഭരണങ്ങളിലും മൺപാത്രങ്ങളിലും സ്വർണവും മണ്ണും യഥാക്രമം അവയുടെ സ്വരൂപങ്ങളും നാമരൂപങ്ങൾ ആ ധർമ്മിയുടെ വെറും ധർമ്മവും. വെള്ളം എന്ന ധർമ്മിയിലെ വെറും ധർമ്മം മാത്രമാണ് തിരയും കുമിളയും. മേൽപ്പറഞ്ഞ ധർമ്മങ്ങളിൽ ധർമ്മത്തോടൊപ്പം ധർമ്മിയും ഏതാണ്ടൊക്കെ പ്രകടമാകുന്നുണ്ട്. പ്രപഞ്ചമാകട്ടെ അഖണ്ഡബോധസ്വരൂപനായ ധർമ്മിയിൽ വിവർത്തമാണ്. കയറിൽ സർപ്പത്തെ കാണുന്നതുപോലെ അഥവാ മരുഭൂമിയിൽ വെള്ളം കാണുന്നതുപോലെ ഒരു ധർമ്മിയിലെ വിവർത്തധർമ്മം ധർമ്മിയെ മിക്കവാറും മറച്ചുകൊണ്ടാണ് ആവിർഭവിക്കുന്നത്. പാമ്പ് കാണപ്പെടുന്നിടത്തോളം ധർമ്മിയായ കയർ മിക്കവാറും മറയ്ക്കപ്പെടുന്നു. അപ്പോൾ അഖണ്ഡബോധസ്വരൂപമായ ധർമ്മം, അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മം, അതിലെ ധർമ്മമായ പ്രപഞ്ചം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നിടത്തോളം മിക്കവാറും മറയ്ക്കപ്പെട്ടു പോകുന്നു. ഇക്കാര്യമാണ് ശ്ലോകത്തിൽ അറിവത് ധർമ്മിയേയല്ല ധർമ്മമാം എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്ത് നാം ഇന്നറിയുന്ന എല്ലാ പദാർത്ഥങ്ങളും ധർമ്മങ്ങൾ മാത്രമാണ്. അഖണ്ഡബോധ സത്യത്തിലെ വെറും പ്രതിഭാസങ്ങൾ. ഈ ധർമ്മങ്ങളുടെ ധർമ്മിയായ അഖണ്ഡബോധത്തെ നാം അറിയുന്നില്ല. ആ ധർമ്മി യാതൊരു ഇന്ദ്രിയം കൊണ്ടും കാണാനൊക്കുന്ന ദൃശ്യവസ്തുവല്ല. അതുകൊണ്ട് ഭൂമി, സൂര്യൻ, ചന്ദ്രൻ മുതലായി പല വസ്തുക്കളുണ്ടെന്ന് കരുതുന്നത് പോലെ കയറു കണ്ടവർക്ക് ആ സംശയമേയില്ല. ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളൊക്കെ വ്യക്തമായും നിർവികൽപ്പ ജ്ഞാനസ്വരൂപമായ പരമാത്മവസ്തു മാത്രമാണെന്ന് ധരിക്കേണ്ടതാണ്.
ഏകാഗ്രപ്പെടുന്ന ഏത് ബുദ്ധിക്കും ഈ സത്യം സാക്ഷാത്കരിച്ചനുഭവിക്കാൻ കഴിയും. ഭൂമി മുതലായ വസ്തുക്കളൊന്നും ഇല്ല, ശുദ്ധമായ ബോധം മാത്രമാണുള്ളത്. ഇത് സത്യമാണെങ്കിൽ ഭൂമി മുതലായ ഭിന്ന പദാർത്ഥങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത് എന്തിന്? വാസ്തവത്തിൽ സത്യം കണ്ടയാൾ ഇങ്ങനെയൊരു ചോദ്യം ഒരിക്കലും ചോദിക്കയില്ല. കയറു കണ്ടയാൾ സർപ്പത്തിൻ്റെ തോന്നൽ എന്തിനുണ്ടായി എന്ന് ചോദിക്കുകയില്ലല്ലോ. സത്യദർശിക്ക് സത്യം മാത്രമേയുള്ളൂ, ധര മുതലായവ ഇല്ല. അതുകൊണ്ട് ഈ ചോദ്യത്തിന് അവകാശവുമില്ല. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നയാൾ ഭൂമി, സൂര്യൻ തുടങ്ങിയവയെ ഭിന്നവസ്തുക്കളായി കണ്ടുകൊണ്ട് അവിദ്യാമണ്ഡലത്തിൽ നിൽക്കുന്ന അജ്ഞനാണ്. അവിദ്യാപ്രേരിതമായ ഈ ചോദ്യത്തിനുത്തരമാണ് അടുത്ത പദ്യം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.